കർത്തനീ കർത്തനീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും നാടനും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. സ്തോത്രം. വിശുദ്ധ വേദഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഇപ്പോഴോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവിൻ. 3:10 തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ദൈവത്തിന്റെ പൊന്നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ കേട്ടതുപോലെ ഇപ്പോഴോ എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിഞ്ഞതായ ഒരു ദൈവ പൈതൽ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം ഇവ ഒക്കെയും വിട്ട് കളയേണ്ടത് ആവശ്യമാണ്. നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ പറയപ്പെട്ടതായ കോപമോ ക്രോധമോ ഈർഷ്യയോ വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ എത്ര വേഗത്തിൽ ഒന്നുകൂടെ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഹല്ലേലൂയ ഈ വക കോപങ്ങളോ ക്രോധമോ ഈർഷ്യയോ വായിൽ നിന്ന് വരുന്ന ദൂഷണമോ ദുർഭാഷണമോ ഇവ ഒക്കെയും വരുമ്പോൾ മനസ്സിൽ കുറ്റബോധമുണ്ടാകുന്നു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന്. ഹല്ലേലൂയ. അങ്ങനെ തോന്നുന്നു എങ്കിൽ നമ്മിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ പാപബോധമുണ്ടാകുന്നു. ആയതിനാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ഹല്ലേലൂയ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പിന്നെ അവരെ നിയന്ത്രിച്ചു നടത്തുന്നു. അവരിൽ ദൈവിക പരിജ്ഞാനത്താൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനായി തീരുന്നു. അതിനായി നാം എല്ലാം